അസമിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന ഭൂപൻ ബോറ ബിജെപിയിൽ ചേക്കേറി. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിരുന്ന ബോറയുടെ ഈ മാറ്റം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. അസം ബിജെപി ആസ്ഥാനത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം ബിജെപി അംഗത്വം സ്വീകരിച്ചത്. സംസ്ഥാന ബിജെപി അധ്യക്ഷൻ ദിലീപ് സായിക്ക് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ബോറയുടെ വരവ് ബിജെപിയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും. ഭൂപൻ ബോറയ്ക്കൊപ്പം യുവ കോൺഗ്രസ് നേതാക്കളായ സഞ്ജു ബർഹ, സർബനാരായണൻ ഡിയോറി എന്നിവരും ബിജെപിയിൽ ചേർന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ യുവരക്തം പാർട്ടിയുമായി അകലുന്നു എന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഇവർ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭൂപൻ ബോറ ബിജെപിയിലേക്ക് നീങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറയിട്ടത്. അസമിലെ വികസന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ ഭാവിക്കും ബിജെപിയാണ് അനുയോജ്യമെന്ന തീരുമാനത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദീർഘകാലത്തെ കോൺഗ്രസ് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഭൂപൻ ബോറ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവകരമാണ്. കോൺഗ്രസ് എംപിയായ രാഖീബുൽ ഹുസൈന്റെ ഏകാധിപത്യപരമായ സമീപനമാണ് തന്റെ രാജിക്ക് പ്രധാന കാരണമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഹുസൈൻ കോൺഗ്രസിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തെയും തന്റെ കൈപ്പടയിൽ ഒതുക്കിയിരിക്കുകയാണെന്നും ബോറ ആരോപിച്ചു. 32 വർഷം കോൺഗ്രസിനായി വിയർപ്പൊഴുക്കിയ തനിക്ക് പാർട്ടിയിൽ ഇപ്പോൾ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞു. പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിക്കുള്ളിൽ ശ്വാസമുട്ടുകയാണ്. നേതാക്കൾക്കിടയിലെ പിണക്കങ്ങൾ പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അസം രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനമുള്ള നേതാവാണ് ഭൂപൻ ബോറ. 2 തവണ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കോൺഗ്രസ് ഭരിച്ച കാലയളവിൽ നിർണായക പദവികൾ വഹിച്ചിട്ടുണ്ട്. തരുൺ ഗഗോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ വക്താവും പാർലമെന്ററി സെക്രട്ടറിയായും അദ്ദേഹം തിളങ്ങിയിരുന്നു. 2021 മുതൽ 2024 വരെ അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ബോറ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിച്ചവരിൽ പ്രമുഖനാണ്. അത്തരമൊരു നേതാവ് ഭരണപക്ഷത്തേക്ക് മാറുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ബിജെപിയിൽ ചേർന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ താൻ പദവികൾ മോഹിച്ചല്ല ഈ മാറ്റം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിന്റെ വികസനത്തിൽ അസം ഒരു പ്രധാന പങ്ക് വഹിക്കണമെങ്കിൽ അത് ബിജെപിയുടെ കരുത്തുറ്റ ഭരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. രാഖീബുൽ ഹുസൈനെതിരെയുള്ള ബോറയുടെ നീക്കം കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്നും ഗ്രൂപ്പ് വൈരമാണ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നുവെന്നും ബിജെപിയിൽ ചേർന്ന മറ്റു നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഭൂപൻ ബോറയുടെ മാറ്റത്തെ സ്വാഗതം ചെയ്ത ബിജെപി അധ്യക്ഷൻ ദിലീപ് സായിക്ക് അസമിലെ കോൺഗ്രസ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണെന്ന് പരിഹസിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണെന്നും വിഭജന രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്ന സൂചനയും അദ്ദേഹം നൽകി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. മുതിർന്ന നേതാക്കൾ ഒന്നൊന്നായി പാർട്ടി വിടുന്നത് കേഡർമാരുടെ ആത്മവിശ്വാസം തകർക്കുന്നു. അസമിൽ ഹേമന്ത ബിശ്വ ശർമ്മയ്ക്ക് പിന്നാലെ മറ്റൊരു ശക്തനായ നേതാവ് കൂടി കോൺഗ്രസ് വിടുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ ബാധിക്കും. അസം രാഷ്ട്രീയത്തിലെ ഈ കൂടുമാറ്റം കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കങ്ങളുടെ പരിസമാപ്തി കൂടിയാണ്. രാഖീബുൽ ഹുസൈനും ഭൂപൻ ബോറയും തമ്മിലുള്ള ശീതയുദ്ധമാണ് ഒടുവിൽ ഒരു വലിയ പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇത് പാർട്ടിയിലെ ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. അന്തിമമായി ഭൂപൻ ബോറയുടെ ബിജെപി പ്രവേശനം അസമിൽ ഒരു പുതിയ രാഷ്ട്രീയ യുദ്ധത്തിന് തുടക്കമിടുകയാണ്. വോട്ടർമാരുടെ ഇടയിൽ ഈ മാറ്റം എങ്ങനെയുള്ള സ്വാധീനം ചെലുത്തുമെന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും. കോൺഗ്രസ് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നതാണ് ഇനി രാഷ്ട്രീയ കേരളവും ഇന്ത്യയും ഉറ്റുനോക്കുന്നത്.